ശ്രീ ബേസിൽ ജോൺ, അത് മറന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്നു മുതൽ പ്രവർത്തനം തുടങ്ങിയോ? എന്തുമാത്രം ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള ധനസമാഹരണത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയോ? അവിടെ മുതൽ മധ്യവർഗം കൈവിട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം മറ്റു പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കുക എന്നുള്ളത്. അതല്ലാതെ മറ്റു പാർട്ടികളുടെ ആവശ്യമായിരുന്നില്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യ സഖ്യത്തിന് അപ്പോൾ അനിവാര്യം അരവിന്ദ് കെജ്രിവാൾ എന്ന ജയിൽ മോചിതനായി വരുന്നയാളെയാണ്, വേട്ടയാടപ്പെടുന്നയാളെയാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല, തിരിച്ച് നിങ്ങൾക്കായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങളത് കൈവിട്ടു. നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസം അവിടെ നിങ്ങൾ പ്രയോഗിച്ചു. ഒരിക്കലും അല്ല. അത് അരവിന്ദ് കെജ്രിവാള് ഈ കാര്യത്തിലൊക്കെ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് നടപടികൾ നേരിടാനോ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയുടെ MLA-മാർക്കോ മറ്റുള്ള ആളുകൾക്ക് യാതൊരു പേടിയുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിലെ പോലെയും മറ്റ് ഘടകകക്ഷികളും ഒക്കെ ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും മാറുകയും BJPയുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു. പക്ഷെ കേജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ അത് ചെയ്തില്ല. പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ ആളുകൾ പറയുന്നത് പ്രത്യയശാസ്ത്രം ഐഡിയോളജി ഇല്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, കൃത്യമായി ചോദിക്കട്ടെ, എന്ത് ഐഡിയോളജിയാണ് BJPക്ക് ഇലക്ഷനിലുള്ളത്? എന്ത് ഐഡിയോളജിയാണ്? കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ചാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ രാജ്യത്തും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം മുൻപോട്ട് പോകുന്നത്. ഈ ഐഡിയോളജി എന്ന് പറയുന്നത് BJP പലപ്പോഴും ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലും എല്ലാം മതം പറഞ്ഞും ജാതി പറഞ്ഞും അല്ലെങ്കിൽ ഹിന്ദുത്വം പറഞ്ഞുമാണ് വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഡൽഹിയിൽ മാത്രം, അതായത് ആദ്യമായിട്ട് ഈ ഫ്രീ ബീസിനെ എതിർത്ത ആളുകളാണ് കോൺഗ്രസും BJPയും എല്ലാം. സുപ്രീം കോടതി പറഞ്ഞല്ലോ ഈ ഫ്രീ ബീസ് കൊടുക്കരുത്, തെരഞ്ഞെടുപ്പിന് എതിരാണ് എന്നൊക്കെ പറയുകയുണ്ടായി. എന്നിട്ട് അതിലേക്ക് തന്നെ, അതായത് മതം പറഞ്ഞാൽ ഡൽഹിയിൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് കണ്ടുകൊണ്ട്, ഹിന്ദുത്വം ഡൽഹിയിൽ ഓടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പലപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടി, അതായത് ആം ആദ്മി പാർട്ടി തുടങ്ങി വെച്ചപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ആ കാര്യങ്ങൾക്ക് പുറകെ പോകേണ്ടി വന്നു. അല്ലെങ്കിൽ കേജ്രിവാൾ ചെയ്യുന്നതാണ് ശരി എന്ന് പറയേണ്ടി വന്നു. കാരണം കേജ്രിവാൾ 2100 കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കേജ്രിവാൾ തുടങ്ങി വെച്ച എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ഫ്രീ ബീസും തുടരുമെന്നും അത് കൂടാതെ 2500 രൂപ കൊടുക്കുമെന്ന് ലേലം വിളിക്കുമ്പോൾ പറയുകയാണ്. BJP ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഹിന്ദുത്വവും വർഗീയതയും മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെങ്കിൽ അത് ഡൽഹിയിലാണ്. അത് തന്നെ ഞങ്ങൾക്കൊരു വിജയമാണ്. കാരണം ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും, ഇപ്പൊ പറഞ്ഞല്ലോ മധ്യപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇവർ തുടരുന്നുണ്ടായിരുന്നു. ഈ ഡൽഹിയിലെ പൊളിറ്റിക്സ് എന്താ? 33,000 കോടി കടമായിരുന്ന ഡൽഹിയിൽ ഈ ഫ്രീ കൊടുത്തതെല്ലാം എങ്ങനെ ആ കടം മേടിച്ചല്ല. ഇപ്പൊ കേരളത്തിന് കൊടുക്കുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കടം 5 വർഷം കൂടുമ്പോൾ ഇരട്ടിയിലോ അല്ലെങ്കിൽ 3 ഇരട്ടിയിലോ മേളിലേക്ക് വരികയാണ്. ഡൽഹിയിൽ 33,000 കോടി കടമായിരുന്നത് അദ്ദേഹം 95% വീട്ടിയിട്ടാണ്, 95% കടം കുറച്ചിട്ടാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരട്ടെ, ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാലോ BJPയിലെ നരേന്ദ്രമോദി എന്തോരും പല സത്യമായി പറഞ്ഞാൽ ഗീർവാണങ്ങൾ അടിക്കുന്നുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ പറയുകയാണ് 56 ഇഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ നിവർന്ന് പറയുകയാണ് പല കാര്യങ്ങളും ചെയ്യുമെന്ന്. നോട്ട് നിരോധനത്തെ പറ്റി നമ്മൾ കേട്ടോ. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ പെട്രോളിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു, ഗ്യാസിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു, നോട്ട് നിരോധനം ശക്തമായിട്ടും ശരിയല്ല എങ്കിൽ എന്നെ ചുട്ടുകൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഇത്തരത്തിൽ വാചക കസർത്ത് മാത്രം നടത്തുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. ഞാൻ ഉറപ്പ് പറയുന്നു, അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനം നടക്കുന്ന കാര്യത്തിലോ ഫ്രീ ബീസ് കൊടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വെൽഫെയർ പൊളിറ്റിക്സിലോ യാതൊരു താല്പര്യവുമില്ല. ഡൽഹിയിൽ ഇപ്പോൾ കൊടുക്കുന്ന വൈദ്യുതിയും, അത് പ്രത്യേകിച്ച് അറിയാം, ഡൽഹിയിൽ വൈദ്യുതി 200 യൂണിറ്റ് കൊടുക്കുന്നുണ്ട്, കുടിവെള്ളം 24 ലിറ്റർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീ ബീസ് കണ്ടമാനമുണ്ട്. ഇതൊന്നും തുടരാൻ BJP കഴിയില്ല. ശ്രീ യുവരാജ് ഗോകുൽ, അതിനുള്ള മറുപടി, ഫ്രീ ബീസ് നിങ്ങൾക്കും പിന്തുടരേണ്ടി വന്നുവല്ലോ ആം ആദ്മി പാർട്ടിയുടെ അതേ വഴിയിൽ. മഞ്ജുഷേ, നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, മധ്യപ്രദേശിൽ അത് ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ അത് ചെയ്തിട്ടുണ്ട്, ഹരിയാനയിൽ അത് ചെയ്തിട്ടുണ്ട്. ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാനിത് താങ്ങിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഡൽഹിയിൽ വന്നപ്പോൾ മാത്രം BJPക്ക് ഇത് പ്രഖ്യാപിക്കേണ്ടി വന്നു. സാറേ, ഡൽഹിയിൽ മാത്രമല്ല, BJP ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ക്ഷേമ പദ്ധതികൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ജനങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ട് തന്നെയാണ്, പ്രകടന പത്രികകളിൽ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. അല്ല, ഞാൻ പറയാം, എൻ്റെ പൊന്ന് മാഷേ, മധ്യപ്രദേശിൽ ഡൽഹി കണ്ടിട്ടാണോ ഞങ്ങൾ ചെയ്തത്? മധ്യപ്രദേശിൽ ഞങ്ങൾ ചെയ്തില്ലേ? മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ചെയ്തില്ലേ? ഹരിയാനയിൽ ഞങ്ങൾ ചെയ്തില്ലേ? പിന്നെ നിങ്ങളെന്തിനാ, അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലിയാകാതെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും കോഴി കൂവുന്നതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യുന്നതിന്?
നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിച്ചിറക്കി വിട്ടില്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെ തോറ്റില്ലേ? ഞാൻ ചോദിക്കട്ടെ, കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ? സഹോദര, കേജ്രിവാൾ ഉൾപ്പെടെ തോക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അരവിന്ദ് കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ? അഴിമതിക്കെതിരെ പ്രസംഗിക്കാമെന്ന് 10-70 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ അല്ലാതെ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം അഴിമതി കേസിൽ തന്നെ ജയിലിൽ പോകുന്ന നാണക്കേടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ ആയിരിക്കും, അല്ലാണ്ട് മറ്റാരും ആയിരിക്കില്ല. അതുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് ഗീർവാൺ അടിക്കുക നമ്മളെ ഗീർവാൺ അടിക്കുന്നത് നിങ്ങളുടെ നേതാവായിരുന്നു സാറേ. അതുകൊണ്ടാണ് തോറ്റുപോയത്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും സാറേ. ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ മുഖമായിരുന്ന ആള് തന്നെ തോറ്റുപോയി. എന്നിട്ട് നിർത്താറായില്ലേ? ഗീർവാൺ അടികാരനാണ്. നരേന്ദ്രമോദി 13 വർഷം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്നു. തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ? അത് ഗീർവാണോ അല്ല, അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാകുന്നത് കൊണ്ടാണ് 13 വർഷം ഗുജറാത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാതിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാത്തത്. അദ്ദേഹം മത്സരിക്കുന്ന ഒരു സീറ്റിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തത്. സ്വന്തം ഹോം ടർഫിൽ തോറ്റുപോയില്ലേ? ന്യൂഡൽഹി സീറ്റിൽ തോറ്റുപോയില്ലേ? ഇനിയെങ്കിലും കുറച്ചൊന്ന് അടങ്ങൂ. അതുകൊണ്ട് ഗീർവാൺ അടിക്കുന്നത് ആരാണെന്നുള്ള കാര്യം ഡൽഹിയിലെ ജനത കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും പോയി അത് കണ്ടിട്ട് പഠിക്കാൻ പറയൂ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലളിത ജീവിതത്തിന്റെ അപ്പോസ്തലനെന്ന് പറഞ്ഞു വന്ന മനുഷ്യൻ ഈ ചില്ലുകൊട്ടാരത്തിൽ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാ സാറേ? ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാന്നേ. അയ്യോ, 38 സൈസ് ഷർട്ട് ഇടേണ്ട ആള് 42 സൈസ് ഷർട്ട് ഇടുള്ളൂ. എന്തിനാ? കോമൺ മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ 42 തികയില്ല, 44 ഇടേണ്ട അവസ്ഥയിലേക്കാണ് ആള് പോകുന്നത്. അതിന്റെ ഫലമാണ് ഡൽഹിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം അത് കണ്ട് ഇനിയെങ്കിലും പഠിക്കൂ. അല്ലാണ്ട് മോദി ഗീർവാൺ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മോദി ഗീർവാൺ അല്ല അടിക്കുന്നതുകൊണ്ടാണ് ജനം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ BJPയുടെ ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ്. എന്താ കുഴപ്പം? ഞങ്ങൾക്ക് അത് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേജ്രിവാളിന്റെ ഐഡിയോളജി എന്താന്നേ? ഇടയ്ക്കിടയ്ക്ക് ഗംഗയെ പോയി മുങ്ങുന്നത് കാണാം, ഇടയ്ക്കിടയ്ക്ക് ഹനുമാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം, ഇടയ്ക്കിടയ്ക്ക് വേറെന്തൊക്കെയോ പറയുന്നത് കാണാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എവിടുന്ന ഹിന്ദുത്വം കയറി വരുന്നേ? നിങ്ങൾക്ക് ആദ്യം സ്വന്തമായിട്ടൊരു ഐഡിയോളജി ഉണ്ടാകുന്നേ. നിങ്ങൾക്ക് ആദ്യം സ്വന്തമായിട്ടൊരു ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് സേനാപതി വേണു, കോൺഗ്രസ് ഈ ആം ആദ്മി പാർട്ടിയുടെ ആശയം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു. അരവിന്ദ് കേജ്രിവാളിന് മാത്രം ഡൽഹിക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ കിട്ടില്ല. അമ്മാതിരി അഴിമതിക്കാരനായിരുന്നു. അമ്മാതിരി സ്വാധീനമാണ് അയാൾ കാണിച്ചുകൊണ്ടിരുന്നത്. ആ അഴിമതി മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്ന് കാണിക്കാൻ തുടങ്ങിയപ്പോ പിടിച്ചകത്തിട്ടു. അത്രേ ഉള്ളൂ. നിങ്ങൾ പറയുന്നതല്ലേ അഴിമതിയിൽ എവിടെയെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നതല്ലേ വെറുതെ നിങ്ങൾ പറയുന്ന കാര്യം. നിങ്ങൾ എവിടെയെങ്കിലും ശിക്ഷിക്കപ്പെട്ട കാര്യം പറയാവോ? അദ്ദേഹം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിരുന്ന അദ്ദേഹം 10-15 വർഷം ഡൽഹിയിലെ ചേരികളിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് കടന്നു. അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി അധികാരം 15 വർഷം ഡൽഹിയിൽ തുടർച്ചയായിട്ടിരുന്ന ഒരു IRS ഉദ്യോഗസ്ഥനെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാതെ? എന്ത് പിൻവാതിൽ ഇടപാടായിരുന്നു സാറേ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇയാൾക്ക് അവിടെ ഉണ്ടായിരുന്നത്? കൂടുതൽ പറയിപ്പിക്കല്ലേ. നിങ്ങളുടെ അഴിമതി വിരുദ്ധ അപ്പോസ്തലന്റെ മുഖം മൂടി ഓരോന്നായിട്ട് ഇവിടെ അഴിഞ്ഞു വീഴും. നിങ്ങൾ തന്നെ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് നിങ്ങൾ പറഞ്ഞത്. 15 വർഷം ഡൽഹിയിൽ ഒരു IRS ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ പോലും ലഭിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തരം പിൻവാതിൽ സ്വാധീനമായിരിക്കും അവിടെ നടത്തിയിരിക്കുന്നത്? അവിടെ മുതൽ അഴിമതിക്കാരനാണെന്നേ, കള്ളനാണ്. അതുകൊണ്ടാണ് ജയിലിൽ 10-75 ദിവസം പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. ഹൈക്കോടതി ജാമ്യം കൊടുത്തോ? പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. സുപ്രീം കോടതിയിൽ പോയപ്പോ ED കേസിന് ജാമ്യം ലഭിച്ചുവെന്നും ഇയാളിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം എടുത്തുവെന്നും ഫ്ലൈറ്റ് പിടിച്ച് ഓടിപ്പോന്ന ഫ്ലൈറ്റ് റിസ്ക് കാറ്റഗറിയിൽ പെടുത്തേണ്ട ആളല്ലെന്നും മുഖ്യമന്ത്രി ആയിരുന്ന ആളാണെന്നും അതുകൊണ്ട് മാത്രം ജാമ്യം എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ട്രയലർ അടക്കട്ടെന്നേ. നിങ്ങളുടെ അഴിമതിക്കാരൻ നേതാവ് പുറത്തിറങ്ങി നടക്കാനൊന്നും പോകുന്നില്ല. ആവശ്യത്തിനായിട്ട് പോലെ സ്വാധീനമുള്ള ഒരാളെ 75 ദിവസം ജയിലിൽ കിടന്നുണ്ടെങ്കിൽ ആള് കള്ളനാണെന്നും മോഷ്ടിച്ചെന്നും അഴിമതിക്കാരനാണെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് ആദ്യം ഇതുപോലുള്ള
കള്ളനെ, അഴിമതിക്കാരനെ, കൊള്ളക്കാരനെ, ഡൽഹിയെ കൊള്ളയടിച്ച് ശീഷ്മവല്ല ചില്ലു കൊട്ടാരങ്ങളിൽ താമസിച്ചിരുന്ന ഇത്തരം കപട രാഷ്ട്രീയക്കാരനെ പിന്താങ്ങുന്നത് നിർത്തൂ. അയാളുടെ ഗീർവാണ അടികള് കേട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് അല്ലല്ല, കോൺഗ്രസും പറഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ആശയങ്ങളില്ല എന്ന്. ശരി, സേനാപതിയുടെ മറുപടി. സേനാപതി കോൺഗ്രസിനെതിരെയും ആം ആദ്മി പാർട്ടി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇവരുടെ ഒച്ചപ്പാട് കാരണം ചോദ്യം എനിക്ക് തിരിഞ്ഞില്ല. എന്താണ്? അല്ലല്ല, നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ബേസിൽ ഇവിടെ പറഞ്ഞിരുന്നു കോൺഗ്രസിന് എന്ത് ആശയമാണ് ഉള്ളത് ആം ആദ്മി പാർട്ടിയുടെ ആശയത്തെ ചോദ്യം ചെയ്യാനെന്ന്. ഞങ്ങളുടെ ആശയം അത് കഴിഞ്ഞ് 140 കൊല്ലമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പം വോട്ടിലൊക്കെ ചിലപ്പോൾ കുറവും കാര്യങ്ങളും ഒക്കെ വരുന്നെങ്കിലും ഞങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു ആശയമാണ്. അത് ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യ ഇന്നോളം കാത്തു സൂക്ഷിച്ചിരുന്ന ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണവുമാണ് കോൺഗ്രസിന്റെ. ഡൽഹിയിൽ അത് സാധിച്ചോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ചില ഘട്ടങ്ങളിൽ ഇപ്പോ BJPക്ക് ഡൽഹിയിൽ 28 കൊല്ലം കാക്കേണ്ടി വന്നില്ലേ? ഞങ്ങൾ 10 കഴിഞ്ഞു, 12 കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ തിരിച്ചു വരുന്നേ, ഒരു സംശയവും വേണ്ട, ഞങ്ങൾ തിരിച്ചു വരും. ആ തിരിച്ചു വരവിനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് തിരിച്ചു വരാനുള്ള എല്ലാ സോഴ്സുകളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 2.5% വോട്ട് കൂടുതൽ കിട്ടിയത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണല്ലോ. വിശ്വാസം തകർന്നെങ്കിൽ അത് താഴോട്ടല്ലേ പോകുന്നത്. ഞങ്ങളൊരു അല്പം കൂടി കാത്തിരിക്കാൻ തയ്യാറാണ്. ആ കാത്തിരിപ്പിലൂടെ ഞങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വെയിറ്റ് ആൻഡ് സീ. ശരി. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഡൽഹിയിൽ കണ്ടത് മോദി മാജിക്കോ? അതേന്ന് 67% പ്രേക്ഷകർ. വൈകിട്ട് വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.